തലമുറയുടെ കാർഷിക വിപ്ലവമാണ് ചെറുവറ്റ പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ 40 സെന്റ് പച്ചക്കറി തോട്ടത്തിൽ വിളഞ്ഞത്. പയറും പാവയ്ക്കയും മത്തനും ചീരയും വെണ്ടയുമടക്കം മലയാളിയുടെ തീൻമേശയിലെ ഇഷ്ടവിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടതെല്ലാം സ്കൂളിലെ വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത് ഒരുക്കിയിരുന്നു. ഇതിനകം 300 കിലോയോളം പച്ചക്കറിയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂൾ പറമ്പിൽ വിളവെടുത്തത്. കുരുവട്ടൂർ കൃഷിഭവന്റെ നല്ല പ്രോത്സാഹനമാണ് കാർഷിക തൽപരരായ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. കൂടാതെ മാതൃഭൂമി സീഡ് പദ്ധതിയുടെ സഹായവും നല്ലതുപോലെ ലഭിച്ചു. വിദ്യാർത്ഥികൾക്ക് വിത്ത് നൽകിയതും കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു നൽകിയതും കൃഷിഭവൻ ജീവനക്കാരാണ്. അടുക്കളത്തോട്ടം പോലുള്ള പദ്ധതികൾക്ക് നല്ല പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കുന്നമംഗലം ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ എം വിനോദ് കുമാർ പറഞ്ഞു. ചെറിയ രൂപത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമാണ്. നല്ല ലാഭമുണ്ടാവുന്ന ഒരു പ്രൊഫഷനാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോഴേക്ക് നമുക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിൽ വരുകയാണ്. അവിടെ ഇപ്പോൾ വെള്ളപ്പൊക്ക കാര്യങ്ങൾ വരുമ്പോൾ വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങേണ്ട അവസ്ഥ വരികയാണ്. അത് മാറ്റിക്കൊണ്ട് നമ്മൾ ഓരോ പ്രദേശത്തും അവർക്ക് വേണ്ട പച്ചക്കറികൾ അവിടെ തന്നെ ഉണ്ടാക്കാൻ ആവശ്യം. പച്ചക്കറി മാത്രമല്ല എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. വിഷാംശമുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കും. നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ അസുഖത്തിൽ നിന്ന് മുക്തി വേണമെങ്കിൽ നമുക്ക് ഈ വിഷാംശമുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്യൂരിഫൈഡായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാനും അത് നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാകുന്ന സംസ്കാരമാണ് ഇവിടെ വളർന്നു വരേണ്ടത്. വിളവെടുപ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അപ്പുക്കുട്ടനാണ് നിർവഹിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ബാസ് വാണിമേൽ, അധ്യാപകരായ പ്രജിത, സുമകുമാർ, കുരുവട്ടൂർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ടി എ ബീന, സ്കൂളിലെ ഇക്കോ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ണറിഞ്ഞ് വളം ചെയ്താൽ മണ്ണിൽ പൊന്നു വിളയുമെന്ന മണ്ണിന്റെ മണമുള്ള വാക്കുകൾ ഇവിടെ ഓർമ്മിക്കാം. ന്യൂസ് ബ്യൂറോ, കുരുവട്ടൂർ.